സ്വർഗം തുറക്കണമേ കർത്താവേ. കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കുമെന്ന് അമ്മ ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ്, അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളു. തന്നിമിത്തം നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്നവൻ അത്യുന്നതൻ അത്യുന്നതന്റെ ശക്തിയാൽ ഇപ്പോൾ അഭിഷേകം ചെയ്യണം. അങ്ങയുടെ അവകാശവും അങ്ങയുടെ ഓഹരിയുമാകുന്ന തിരുസഭയെ ഇപ്പോഴേ അഭിഷേകം ചെയ്യണമേ. ഈശോ, ഈശോ, നിന്റെ തിരുരക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഞങ്ങള്. നിന്റെ അവകാശമായി മാറ്റിയവര്, നിന്റെ തിരുരക്തത്താൽ നിന്റെ അവകാശമായി മാറ്റിയവര്, നിന്റെ ഓഹരിയായി മാറ്റിയവര്. കർത്താവേ, അവിടെ മേൽ നിന്റെ ആശ്വാസത്തിന്റെ ആത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര്, ഇപ്പോഴ് കൃപാസനത്തിന് ആ താരയ്ക്ക് മുന്നില് പ്രാർത്ഥിക്കുന്നവര് എല്ലാവരുടെ മേലും കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. കർത്താവിന്റെ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി കർത്താവെ വല്ലാത്ത വേദനയോ വല്ലാത്ത ഭാരമോ അനുവദിക്കുന്നവര് അമ്മയുടെ മധ്യസ്ഥത്താൽ ഇപ്പോഴ് നിങ്ങളുടെ ഹൃദയഭാരങ്ങള് ഏറ്റെടുക്കപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയഭാരങ്ങള് ഏറ്റെടുക്കപ്പെടട്ടെ. നിങ്ങളുടെ ഹൃദയഭാരങ്ങള് കൃപാസന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം ഏറ്റെടുക്കപ്പെടട്ടെ. ഏറ്റെടുക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങള് ഇപ്പോഴും മനസ്സിൽ ചിന്തിക്കാതെ, ഓർക്കാതെ, മനഃപൂർവ്വം കാണാതെയൊക്കെ സ്വാഭാവികമായി ദൈവികമായ പ്രേരണയാൽ ആകസ്മികമായി കാണുന്നവർക്കുണ്ട്. നമ്മൾ വലിയൊരു അഭിഷേകത്തിലാണ് നിൽക്കുന്നത്. വലിയ ഒരു അഭിഷേകം. ഈ നിമിഷം മുഴുവനും കർത്താവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കണം. ഓൺലൈനിൽ ശുശ്രൂഷ ഇതിൽ പങ്കെടുക്കുന്നവരും കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ കർത്താവ് പറയണത്, നീ കൈ നെഞ്ചത്ത് വെക്കുമ്പോൾ എൻ്റെ ആണിപ്പെടുതാർന്ന മരണത്തെ ജയിച്ച ഉത്ഥാനം ചെയ്ത വലിയ മഹത്വപൂർണമായ കരമാണ് നിൻ്റെ നെഞ്ചത്തിരിക്കണമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, ഇനിയും നമ്മൾ ഈ വലിയ സ്വർഗീയ നിമിഷങ്ങളിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. കർത്താവാണ് നിൻ്റെ നെഞ്ചത്ത് ഇപ്പോൾ അവിടുത്തെ ഉത്ഥാനം ചെയ്ത വലിയ കരം, മഹത്വപൂർണ്ണമായ വലത് കരം വെച്ചിരിക്കുന്നത്. നിൻ്റെ അടി മുതൽ ഉള്ളംകാലം ഉച്ചവരെ കർത്താവിൻ്റെ വലിയ ശക്തി പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നീ ശക്തമായി ശ്രദ്ധിക്കട്ടെ, ശബ്ദമായി ശ്രദ്ധിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. രോഗങ്ങൾ സുഖപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. കർത്താവേ, കർത്താവേ, അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ മക്കളെ അങ്ങ് സൗഖ്യപ്പെടുത്തുന്നതിനെ ഓർത്ത് കർത്താവേ, ഈ വിഷയത്തിൽ കൂടുതൽ ദർശനങ്ങൾ കർത്താവേ നൽകുവാനും അങ്ങയുടെ ഈ സമൂഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, അഭിഷേകം എനിക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്ന ഏറ്റവും ഹൃദ്യമായൊരു വചനം, അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം. എന്നിട്ട് പറഞ്ഞ്, അങ്ങയുടെ കരങ്ങളിലാണ് എൻ്റെ സമയം. ഇപ്പം നമ്മൾ ഡെലിവറി ചെയ്യപ്പെടേണ്ട, വിടുതൽ പ്രാപിക്കപ്പെടേണ്ട വിഷയങ്ങളുടെ സമയം ദൈവത്തിന് നിശ്ചയിക്കാൻ പറ്റും. ഇപ്പോൾ സാമ്പത്തിക കടങ്ങളിൽ നിന്നായാലും ശരി, നീ വിടുതൽ പ്രാപിക്കേണ്ട സമയം, അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണ്? നിൻ്റെ സമയം
ദൈവം ആശീർവദിക്കുന്നതിനെയാണ് അനുഗ്രഹമെന്ന് പറയണത്. നിൻ്റെ സമയം, ഇതിന് ബൈബിൾ പറയുന്ന പേര് ഭാഗധേയമെന്ന് പറയും. ഭാഗധേയം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ റൈറ്റ്, നിൻ്റെ അവകാശമെന്നാണ് അർത്ഥം. നിൻ്റെ അനുഗ്രഹം നിൻ്റെ അവകാശമാണ്. അതാണ് ബൈബിൾ പറയണത്. അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മളെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് അവകാശമായി, ഞങ്ങൾക്ക് ഓഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളുടെ മേൽ അങ്ങയുടെ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓഹരിയായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നേറ്റ് പറഞ്ഞ് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇപ്പോൾ 1 പത്രോസ് 3:9 തിരുവചനം. 1 പത്രോസ് 3:9 അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി. അപ്പോൾ എപ്പോഴും വിഷയം ഈ സമയത്തിലുള്ള നമ്മുടെ അവകാശം യേശുക്രിസ്തുവിൽ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അനുഗ്രഹം അവകാശമാകണത്. ഈ നമ്മുടെ സ്തുതിപ്പൊക്കെ സമയത്തിലുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ്. ഇപ്പം എന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ഇപ്പം സങ്കീർത്തനം 31:15 എന്താ പറയണത്? അവിടുത്തെ കരങ്ങളിലാണ്, ഏറ്റു പറഞ്ഞ്, അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. That means my right is in your hand. എൻ്റെ അവകാശങ്ങളെ ഏറ്റു പറഞ്ഞ്, ഒന്ന് പറഞ്ഞ്, ഏറ്റു പറഞ്ഞ്, അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഇത് സങ്കീർത്തനം 31:15 തിരുവചനമാണ്. പക്ഷേ ഇത് വായിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രഖ്യാപനം ഉണ്ടാകണം. എന്താണ്? അവിടുത്തെ കരങ്ങളിലാണ്, ഒന്ന് പറഞ്ഞേ, അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. ഭാഗധേയം എന്ന് പറയുന്നത് എന്താണ്? അവകാശം, റൈറ്റ്. പക്ഷേ ഇംഗ്ലീഷ് ബൈബിള് ഇത് കുറച്ചുകൂടി കൃത്യമായിട്ടാണ്, ഷാർപ്പ് ട്രാൻസ്ലേഷനാണ്. ലോർഡ്, മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഞാൻ വാസ്തു രാവിലെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു വചനമാണ്. അപ്പം എൻ്റെ മനസ്സിൽ എവിടെയോ ഉണ്ട് ടൈമിനെക്കുറിച്ച്. ഈ ദിവസങ്ങളിലെല്ലാം ടൈമിനെക്കുറിച്ചാണ് വെളിപാടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളം ബൈബിളിൽ കിടക്കുന്നത് അവിടുത്തെ കരങ്ങളിലാണ് എൻ്റെ ഭാഗധേയം. പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ എന്ത് പറയും? ലോർഡ്, മൈ ടൈം ഈസ് ഇൻ യുവർ ഹാൻഡ്. ഇനി ബൈബിളിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയണത് നമ്മുടെ സമയവും നമ്മുടെ അവകാശവും ഏതാണ്ട് ഒരേ അർത്ഥത്തിലാണ് ബൈബിൾ കാണുന്നത്. നമ്മുടെ സമയവും നമ്മുടെ അവകാശവും. കാര്യം എന്താണ്? നമ്മൾ അവകാശം പ്രാപിക്കുന്നത് നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ്. പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെടുമ്പോഴാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത്. അത് ഒരു കാര്യമായിരിക്കത്തില്ല, ഒത്തിരി കാര്യങ്ങളുണ്ടാകും. നമ്മുടെ സമയത്തിൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഒരു കാര്യമല്ല നടക്കുന്നത്. ഇന്നലെ ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞ്, അവരുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർ അവസാനം ഇനി ബാക്കി പിന്നെ പറയാമെന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ അവരോട് സൗമ്യമായി പെരുമാറിയിട്ടാണ് അവർ സാക്ഷ്യം നിർത്തിയത്. സലി ഫ്രാൻസിസ് എന്ന പാലായിൽ നിന്നുള്ള ഒരു സഹോദരിയാണ്.
ഇപ്പം എല്ലാ തിങ്കളാഴ്ചയും ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ. ഇപ്പോഴേ നമ്മൾ പഴയ ടൈം ടേബിളൊന്നും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ധ്യാനം തന്നെ ഇനി വരുന്ന കാലങ്ങളിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ ഒക്കെ ഉടമ്പടി ധ്യാനമായിരിക്കും. തിങ്കൾ, ചൊവ്വ, ബുധൻ. കാര്യം കുറച്ച് പേരെല്ലാം നമുക്ക് പങ്കെടുപ്പിക്കാൻ പറ്റുന്ന കാരണം ധ്യാനത്തിൻ്റെ ദിവസങ്ങൾ കൂട്ടിയിരിക്കുകയാണ്. അതിനെ അറിയിക്കും. നമ്മളുടെ ഫേസ്ബുക്കിൽ നിങ്ങളൊന്ന് എപ്പോഴും നോക്കണം, ഉടമ്പടി ധ്യാനം എപ്പോഴാണെന്ന് നോക്കണം. അപ്പോൾ ചിലപ്പോൾ അതിന്മേൽ കാണും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി മുമ്പത്തോളം ടെൻഷൻ ഇല്ല. തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച, ചിലപ്പോൾ വ്യാഴാഴ്ച വരെ അടുപ്പിച്ച് എല്ലാ ദിവസവും 10 മണി തൊട്ട് 1 മണി വരെ ഉടമ്പടി ധ്യാനം ഉണ്ടാകും. ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി നമുക്ക് എടുക്കാൻ പറ്റാത്തവർക്ക്, പുതിയ ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാനുള്ള അവസരം ഉണ്ടാകും. ഉച്ച കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കാനുള്ളവർക്ക് 5 മണി വരെ ഉടമ്പടി പുതുക്കാൻ അവസരം ഉണ്ടാകും. അപ്പോൾ പതുക്കെ ഗവൺമെൻറ് നിയമങ്ങൾക്ക് അടിസ്ഥാനത്തിൽ ശുശ്രൂഷകൾ പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികട്ടെ. കർത്താവായ ദൈവമേ, കൃപാസന ഉടമ്പടി ധ്യാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി എടുത്തിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഓൺലൈനിൽ ശുശ്രൂഷ കണ്ടിരിക്കുന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളിലേക്കും അത്ഭുതകരമായിട്ട് ഇവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ വീശി ആരാധിക്കട്ടെ. ആരാധന, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇന്നലെ സാലി ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മോള് സാക്ഷ്യം പറഞ്ഞത് മലബാറിൽ, അവർക്ക് ഈ സാലി ഫ്രാൻസിസിന് ഒരു 50-52 വയസ്സ് കാണുമായിരിക്കും. മലബാറിലുള്ള അവരുടെ അമ്മയ്ക്ക് 84 വയസ്സുണ്ട്. 84 വയസ്സുണ്ട്. അപ്പോൾ അവർക്ക് ഹാർട്ട് പ്രോബ്ലവും വേറെ കുറേ അധികം അസുഖങ്ങളുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങളെ അമ്മയുടെ അടുത്ത് പോയി നിന്ന് ചികിത്സിക്കാനോ ശുശ്രൂഷിക്കാനൊന്നും പറ്റുന്ന ഒരു കുടുംബ പശ്ചാത്തലമല്ല. അവിടെ ഇവിടെ അവരെ പാലായിൽ അവരുടെ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യങ്ങൾക്കും. അപ്പോൾ എന്നാ ചെയ്യും? ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയും. രോഗമുള്ള ഇടത്ത്. അത് അമ്മ നമുക്ക് തന്നൊരു നോട്ടാണ്, നേരത്തെ തന്നാണ്, ഒരു 2 കൊല്ലമായി തന്നിട്ട്. രോഗമുള്ള ഇടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഇവർ അരൂപിയിൽ നിൽക്കുന്ന കാരണം പരിശുദ്ധാത്മാവ് പറഞ്ഞു, അത് നിൻ്റെ കാര്യം മാത്രമല്ല, നിനക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് പോകാൻ പറ്റണില്ലല്ലോ, അവർ 84 വയസ്സുമായിട്ട് കിടപ്പല്ലേ. അപ്പോൾ അതിന് പകരം അവരുടെ ശിരസ് കൈവെക്കണതിന് പകരം അവരെ ഓർത്തുകൊണ്ട് നിൻ്റെ ശിരസ് കൈവച്ചാൽ മതിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, കീപ് മിനിമം ഹോളി സ്പിരിറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിവെയർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് എപ്പോഴും ഒരു ജാഗ്രത വേണം. നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത വേണം. സഭയ്ക്ക് മൊത്തത്തിൽ വേണ്ടത് അതാണ്. നമുക്ക് ജാഗ്രതാ കമ്മീഷനൊക്കെ ഉണ്ട്. ഭൗതിക കാര്യങ്ങൾക്ക് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും ഒരു കുറവുകൾ മനസ്സിലാക്കാനൊക്കെ നമുക്ക് കമ്മീഷൻസ് ഉണ്ട്. പക്ഷേ ഏറ്റവും സീരിയസ് ആയിട്ട് കമ്മീഷൻ വേണ്ടത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു ജാഗ്രത എപ്പോഴും വേണം നമ്മുടെ ജീവിതത്തിൽ. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ജാഗ്രതയുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രെയർ ലൈഫിൽ ഒരിക്കലും, പ്രാർത്ഥനാ ജീവിതം ഒരിക്കലും ഫെയിലിയർ ആകത്തില്ല. കാര്യം പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഈശോയുടെ മനുഷ്യാവതാരം പരിശുദ്ധാത്മാവിലാണ് സംഭവിച്ചത്. ഈശോയുടെ കുരിശു മരണവും ആ മരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ പാർശ്വത്തിൽ പിളരുമ്പോൾ രക്തവും വെള്ളം ഒഴുകുന്നതും പരിശുദ്ധാത്മാവിലാണ്. എല്ലാം പരിശുദ്ധാത്മാവിലാണ് ആ രക്ഷണകൃത്യം പൂർത്തിയാകുന്നതെല്ലാം. പിന്നെ അവൻ ഉത്ഥിതനായി ഊതുമ്പോഴും സഭയ്ക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തി ഹിസ് നോട്ട് അറ്റ് ഓൾ എ ക്രിസ്ത്യൻ. ഒരിക്കലുമല്ല.
നിനക്ക് നിൻ്റെ കല്യാണം ഒത്തുവരണില്ല, അല്ലെങ്കിൽ നിൻ്റെ മകളുടെ ജോലി ശരിയാകണില്ല, അല്ലെങ്കിൽ വീട് വിൽക്കണില്ല, ഒത്തിരി സമ്മർദ്ദങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ നീ ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ, അമ്മയോട് ചോദിക്കുമ്പോൾ, അമ്മേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ബോധം എനിക്ക് നൽകാൻ വേണ്ടി എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ പറയണം. ഒന്ന് കൈ ചെന്ന് വെച്ചേ, കണ്ണുകളടച്ചേ, തല കുനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച്, അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധയമ്മേ, ദിവ്യകാരുണ്യ ആരാധന നടക്കുന്ന ഈ നിമിഷം വർദ്ധിച്ച സ്വർഗീയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഞാൻ മാധ്യസ്ഥം യാചിക്കുന്നു. അമ്മയെ ശക്തിപ്പെടുത്തിയ അത്യുന്നതന്റെ ശക്തിയായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ബോധം എന്നിൽ ഉണർത്തണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, പ്രാർത്ഥിക്കുവാനും വിശ്വാസം പ്രഖ്യാപിക്കുവാനും എല്ലാ പ്രാരാബ്ധങ്ങളെയും യേശു അതിജീവിച്ചതുപോലെ ജീവിക്കുവാനും എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവേ, എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ആത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഈ ശുശ്രൂഷയിൽ കണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെയും ജീവിത നിയോഗങ്ങളിലേക്ക്, അവർ അതിജീവിക്കുന്ന പ്രതിസന്ധികളിലേക്ക് അഭിഷേകമായി കടന്നു ചെല്ലണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. സ്തോത്രം കർത്താവേ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായി. ആലപ്പുഴ മാതാവ് അങ്ങനെയാണ് പറയണത്. ഞാനും ആദ്യം കേൾക്കണം ഇങ്ങനെ. നിൻ്റെ ആലപ്പുഴ മാതാവ് സ്വപ്നത്തിൽ എൻ്റെ അടുത്ത് വന്നു. കാര്യം വെച്ചാൽ എന്നിട്ട് ഇവർ പറയുന്നൊരു കാര്യമുണ്ട്, അവരോട് പറയാത്ത ഒരു കാര്യം. 84 വയസ്സുണ്ട്, അത്ര വലിയ ബോധം ഓർമ്മയൊന്നുമില്ല. അവരോട് പറയാത്ത, അവർക്ക് ഇന്നുവരെ അറിയാത്ത ഒരു കാര്യം ഈ 84 വയസ്സുള്ള അമ്മച്ചി മകളോട് പറയാം. എന്താണ്? ഈ മാതാവിൻ്റെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നിങ്ങൾക്കറിയാം, ഈ അമ്മ മാതാവിനെ ആദ്യം പ്രതിഷ്ഠിച്ചിരുന്ന കാലത്തെ അമ്മ സമയഘടികാരം നെഞ്ചിച്ചാർത്തിയാണ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ അത് ഈ 84 വയസ്സുള്ള അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മയോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ അമ്മ പറയണത്, ഈ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു ക്ലോക്ക് ഉണ്ടായിരുന്നു, ഒരു സമയം ഉണ്ടായിരുന്നെന്ന്. അത് ആണ് വശത്തിൽ ഇപ്പോൾ ഈ കൃപാസനം തുറന്നപ്പോൾ തന്നെ കിട്ടിയ ഏറ്റവും വലിയ. അപ്പോൾ ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്നാണ്. രോഗസൗഖ്യ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെ പ്രത്യേകം അവരാണിപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവരെയാണ്. അപ്പോൾ അവിടെ എല്ലാം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കണമെന്നാണ്. അത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതേ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ സാക്ഷികളെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈ ഇടിച്ച് കർത്താവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അമ്മേ പരിശുദ്ധ മാതാവേ, വന്ദനമേ. സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, എല്ലാവരും ചേർന്ന് വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊൻമലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ ആവേ. കരങ്ങൾ വീശിക്കട്ടെ, കൈകൾ വീശി. ആവേ പരിശുദ്ധ മാതാവേ, ആവേ മരിയ, പ്രത്യക്ഷയായ പരിശുദ്ധയമ്മേ, വാഗ്ദാന പേടകമേ, അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്നു. ദൈവിക ഇടപെടലിലെ വെളിപ്പെടുത്തലുകളും